ഹായ് ഹലോ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ മാഷാ അല്ലാ അവിടെ എല്ലാവരും സുഖമായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇന്ന് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്തിട്ട് എങ്ങനെ ഫ്രീ ആയിരിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ ഒരു 6 മണിക്കാണ് കിച്ചണിലോട്ട് കയറിയിട്ടുള്ളത്. കുട്ടികൾക്കുള്ള ചായ കാര്യങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഫറൂട്ടിക്ക് ഇന്ന് മദ്രസയിൽ എക്സാമാണ്. അപ്പോൾ അവനിക്ക് പോകാനായിട്ട് ചായയൊക്കെ ഒന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൂന് എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവൻ 1-ാം ക്ലാസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ അവനിക്ക് നേരത്തെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു 2-3 ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ ഇട്ടതായിരുന്നു. അങ്ങനെ അതവിടെ ഫറൂന് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അത് അവനെ മദ്രസയിലോട്ട് പോയിട്ടുണ്ട്. സൈക്കിളിൽ തന്നെയുണ്ട് പോവുക, വീടിൻ്റെ അടുത്ത് തന്നെയാണ് മദ്രസ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ ഞാനും ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് മീനിന് തീറ്റ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ തലേന്ന് മാവൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതവിടെ മാവിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നും കാലത്ത് എന്താ നാഷ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കും നാളേക്ക് ഇന്നത് ഉണ്ടാക്കാമെന്നൊക്കെ. പിന്നെ നമ്മൾ ആ ദിവസം എന്താണോ നമ്മുടെ മൂഡ് പോലെ ഇരിക്കണോ അതാണ് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജിൽ കുറച്ച് മാവ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അത് കേട് വന്ന് പോകണ്ടല്ലോ പറഞ്ഞിട്ട് 2 ദിവസമായിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ട് പിന്നെ അതിനടുത്ത് ദോശ ഉണ്ടാക്കാനായിട്ട് നിൽക്കണം. പിന്നെ ദോശൻ്റെ ഒപ്പം തക്കാളി ചട്നിയാണ് അരയ്ക്കുന്നത്. പിന്നെ നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പണി തീരാനായിട്ട് നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങൾ തന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ തന്നെ ഓരോരോ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ ഭാഗം ക്ലീൻ ആക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പാത്രങ്ങൾ ഓരോന്ന് നമ്മളിപ്പോൾ ഓരോ പണി ചെയ്യുമ്പോൾ പെനഞ്ഞിടില്ലേ, ആ പാത്രങ്ങൾ അപ്പോൾ ഉള്ളത് അപ്പോൾ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാത്രങ്ങൾ കുന്നുകൂടി ഉണ്ടാവില്ലേ കഴുകാനായിട്ട്, ആ ഒരു പ്രശ്നം ഇല്ലാണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ കൂടുതലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതവിടെ തക്കാളി ചട്നിക്കുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് നമ്മളിതിലേക്ക് മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. ചെറിയൊരു പീസ് കുറച്ച് തേങ്ങ ഞാനിവിടെ പീസാക്കിയിട്ടുണ്ട് കട്ടാക്കി എടുക്കുക. തേങ്ങനെ ചിരകിയിട്ട് കുറച്ച് അതിലിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എങ്കിൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതവിടെ തക്കാളി ചട്നിയും കാര്യങ്ങളും എല്ലാം ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോഴത്തേനും ഇവിടെ ഫഹദൂട്ടിയൊക്കെ നേരത്തെ എണീച്ച് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവൻ റെഡിയായിട്ട് ഇതവിടെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നും ഇതുപോലെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് കയറിയാൽ മതി കേട്ടോ. ഒരു വെള്ളം തിളപ്പിക്കാനായിട്ട് കയറിയാൽ പോലും അവൻ ഇതുപോലെ വന്ന് അടുത്ത് വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അത് അവനക്കൊരു ഹോബിയാണ് കേട്ടോ. അങ്ങനെ അതവനെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതവിടെ തക്കാളി ചട്നിയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുള്ള മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും കുറച്ച് കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഈ തക്കാളി ചട്നി ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ തേങ്ങാ ചട്നിയൊക്കെ അരക്കില്ലേ, വെള്ള കളർ തേങ്ങാ ചട്നി, അതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം അവർക്ക് ഇതുപോലുള്ള തക്കാളി ചട്നിയാണ് കേട്ടോ. പിന്നെ എന്നും ദോശ കൊടുത്താൽ പിന്നെ അവർ കഴിക്കില്ല. അങ്ങനെ പിന്നെ ഫൈഹക്കുട്ടീനെയൊക്കെ ഒന്ന് എണീപ്പിച്ച് പിന്നെ അവളെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഓട്ടോ വരുന്നത് ഒരു 8:30 പറയുമ്പോഴത്തേനും ഓട്ടോ വരും. ഇപ്പോൾ 9 മണിക്കാണ് വരിക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമാധാനത്തിലായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഇതവിടെ ഫൈഹോനെയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ അവൾക്ക് ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പാലൊന്നും അവർ കുടിക്കില്ല, ചായ തന്നെ കുടിക്കുള്ളൂ കേട്ടോ. കാലത്തെണീച്ച് അവർക്ക് ചായ മസ്റ്റാണ് കേട്ടോ. പിന്നെ അങ്ങനെ അതവിടെ കുട്ടികൾക്കുള്ള ദോശ കാര്യങ്ങളൊക്കെ ചുട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേനും ഫറൂട്ടിയൊക്കെ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഫഹദൂട്ടിക്കാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ അവന് പതുക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവനക്കാണ് എപ്പോഴും ഫസ്റ്റ് കൊടുക്കാറുള്ളത്. അവനക്ക് നല്ല തിന്നായിട്ടുള്ള ദോശയാണ് ഇഷ്ടം. നല്ല മുറുകിയിട്ടുള്ള ദോശ ഉണ്ടാവില്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ, അങ്ങനത്തെ ദോശ കഴിക്കാനാണ് കേട്ടോ അവനക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഒന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ആപ്പം കഴിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഇത് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവിൽ ചെയ്യാറുള്ളൂ. ആപ്പമൊന്നും അങ്ങനെ അവർക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ അതവിടെ നല്ല തിന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയൊക്കെ ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ അവനക്ക്. പിന്നെ ഇവർക്ക് എന്നും ദോശ കൊടുത്താലും അവർ കഴിക്കില്ല. ഒരു 2-3 ദിവസത്തിനൊക്കെ നമ്മൾ മാവ് ആട്ടി വെച്ചാലും ഒരു ഇടവിട്ടായിട്ടാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദോശ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളത് കേട്ടോ. പിന്നെ ചപ്പാത്തി അങ്ങനെ
ഉപ്പുമാവ്, പുട്ട അങ്ങനെ ഇടിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ എന്നും ചപ്പാത്തി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് ചപ്പാത്തിയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനെ കാലത്ത് കഴിക്കാൻ. പിന്നെ എന്നും ചപ്പാത്തി ഉണ്ടാക്കണതുകൊണ്ട് എനിക്കൊരു മടുപ്പാണ്. അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ ചപ്പാത്തി ഒരു ഇടവിട്ടിട്ടൊക്കെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള സ്നാക്സ് കാര്യങ്ങൾ അവർ തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. ഇന്നലെ ക്രീം ബണ്ണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാത്രിക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അവർ ആക്കി വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ബന്ന് കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അവനെയൊക്കെ ഒന്ന് പുറപ്പെടുവിപ്പിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അവർ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ഓട്ടോ വരുന്നത് അറിയും കേട്ടോ. ഓട്ടോ ഹോൺ അടിച്ചിട്ടാണ് വരിക. അങ്ങനെ കുട്ടികളൊക്കെ പോയതിന് ശേഷം 2 ദോശയൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ കയ്യോടെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ പണികൾ പെട്ടെന്ന് തീരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണോ അത്രയും പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ക്രീം ബണ്ണിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് ഇടുന്നില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പെടാപ്പാടാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾ മണ്ണിൽ കളിച്ച് ആകെ മൊത്തം ഇതായിട്ട് ഇവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അവളെ ചീത്ത പറഞ്ഞ് അപ്പോൾ അവൾ കരഞ്ഞിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ മക്കളൊക്കെ ബണ്ണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അങ്ങനെ എന്തൊക്കെയോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ വീഡിയോയിലൊന്നും ഷൂട്ട് ചെയ്യാറില്ല. അങ്ങനെ ഇത് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ക്രീം ബന്ന് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ക്രീമല്ലേ. അപ്പോൾ അതിന് വേണ്ടി ബട്ടറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ബണ്ണിൽ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് അധികം തന്നെ ക്രീം ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത്രയും ക്രീം തന്നെ ഇട്ടുള്ളൂ. പിന്നെ ബണ്ണ് കഴിക്കുമ്പോൾ ബണ്ണ് നല്ല തടിയുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിറയെ ക്രീം ഇട്ടാലാണ് കേട്ടോ അതിൻ്റെ ആ ബട്ടർ ക്രീമിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടാകുക. പിന്നെ വീണ്ടും ഞാൻ ക്രീം ഫില്ല് ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ അക്വേറിയം കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇഷ്ടമായി വെച്ചൊന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക.